ലൈവിൽ ഒരു മെഴുക് പ്രതിമേനെ പോലെ നിൽക്കുകയാണ് അനീഷ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റെന ഫാത്തിമ വന്ന് കവിളിൽ ഒരു കൺമശി വെച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നു. നൂറ വന്നൊരു മാലയൊക്കെ ഇടുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഷമ്മി നിൽക്കില്ല, നമ്മുടെ കുംബ്ലിംഗ് നൈറ്റ് സിറ്റിനകത്ത് ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച ഷമ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, അതിങ്ങനെ അനങ്ങാതെ ഒരു ഭിത്തിയുടെ സൈഡിൽ പോയി നിൽക്കില്ലേ, അതുപോലെയാണ് ഇപ്പോൾ അനീഷ് മേക്കപ്പ് റൂമിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ അനീഷ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ആദിലയും വെസൽ ടീമിലുണ്ട്. ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒന്നും പാത്രം കഴുകി വെച്ചിട്ടില്ല. വീട്ടുകാരെല്ലാവരും കഴിച്ച ഭക്ഷണത്തിൻ്റെയും അവിടെ കുക്ക് ചെയ്ത പാത്രങ്ങളൊന്നും തന്നെ കഴുകി വെച്ചിട്ടില്ല. അനീഷാണ് പകുതി കഴുകിയത്. പകുതി കഴുകേണ്ട ഉത്തരവാദിത്തമുള്ളത് ആദിലയ്ക്കാണ്. അപ്പോൾ ആദിലേനെ വെസൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്ന് വിളിക്കുന്ന രംഗമാണ് ഈ കണ്ടത്. കുറേ അധികം സമയം ആദിലേനെ നിർബന്ധിച്ചു. ആദില ഇപ്പോൾ തന്നെ വന്ന് പാത്രം കഴുകി വെക്കേണ്ടതാണ് എന്ന് കുറേ തവണ പറഞ്ഞു, കുറേ തവണ റിക്വസ്റ്റ് ചെയ്ത് വിളിച്ചു. ഒരു 3-4 തവണ വിളിച്ചു. 3/4 മണിക്കൂറായിട്ട് വന്ന് വിളിക്കുകയാണ്. അവിടെ നിന്ന് ഒരു അനക്കവും ഇല്ലാതെ അവിടെ നിന്ന് ആദിലേനെ വിളിക്കുക. ആദില എന്ത് ചെയ്ത പുള്ളി വിളിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആദില പോകുന്നില്ല. നിങ്ങളങ്ങ് മാറിക്കോ, ഞാൻ വന്നേക്കാം എന്ന് പറയുന്നു. പക്ഷേ അനീഷ് അത് കൂട്ടാക്കുന്നില്ല. അനീഷ് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി തന്നെ അവിടെ നിൽക്കുന്നു. ആദില അത് മൈൻഡ് ചെയ്യുന്നില്ല. അവിടെയുള്ള ആരും തന്നെ കുറേ നേരം മൈൻഡ് ചെയ്യുന്നില്ല. അവർ തമ്മിൽ വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ മൈൻഡ് ചെയ്യാതിരുന്നിട്ടും കുറേ സമയമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1/2 മണിക്കൂറെങ്കിലും പുള്ളി അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുവാണ്, ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇവർ എന്താ ചേട്ടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കുന്നു. അവസാനം ഷാനവാസും എല്ലാവരും വന്നിട്ട് റെനയൊക്കെ ആ ഒരു പൊട്ടൊക്കെ കുത്തി കൊടുക്കുന്നു. നൂറ വന്ന് മാലയിട്ട് കൊടുക്കുന്നു. മാലയിട്ട് കൊടുത്ത് മാത്രം അതൊന്നും വേണ്ട എന്ന് അനീഷ് പറയുന്നു. പിന്നെയും അതിനെ വിളിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്താൽ മൈൻഡ് ചെയ്യുന്നു പോലുമല്ല. മൊത്തത്തിലൊരു കോമഡി പീസായിട്ട് അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ ലൈവിൽ അനീഷ്. അനീഷിനെ പാത്രം കഴുകി വെപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണെങ്കിൽ അനീഷ് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അതിൽ ഉറപ്പായിട്ട് വന്ന് പാത്രം കഴുകും. അത് അനീഷിനും അറിയാം. പക്ഷേ ഒരു കണ്ടന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം അനീഷ് അവിടെ തന്നെ സ്തംഭിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ഷമ്മീനെ പോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.